ഗവിയിലേക്ക് ഒരു ട്രിപ്പ് എങ്ങനെ പ്ലാൻ ചെയ്യാം? എന്നും രാവിലെ 5:30 പത്തനംതിട്ടയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഗവി വഴി കുമളിയിലേക്ക് പോകുന്ന ബസ്സിൽ കയറാം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യങ്ങൾ: കഴിയുമെങ്കിൽ വെള്ളവും ഫുഡും കയ്യിൽ കരുതുക. രാവിലെ 5:30 ബസ് എടുക്കുന്നതുകൊണ്ട് ഇടയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വണ്ടി നിർത്തും. പിന്നെ ഇടയ്ക്കൊന്നും ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി നിർത്തുന്നതല്ല. പോകുന്ന വഴിയിലെ പ്രധാനപ്പെട്ട കാഴ്ചകൾ കാണാൻ വേണ്ടി മാത്രമാണ് വണ്ടി നിർത്തുന്നത്. അപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് പത്തനംതിട്ടയിൽ നിന്ന് കുമളിയിലേക്കാണ്. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള ബസ്സുകൾ അവിടെ നിന്ന് കിട്ടും. ഗവി പാക്കേജ് എടുത്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ആക്ടിവിറ്റീസിലേക്ക് പോകാൻ കഴിയും. അല്ല എന്നുണ്ടെങ്കിൽ ബസ്സിലാണ് യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കാടിൻ്റെ മനോഹാരിതയൊക്കെ ആസ്വദിച്ച് ഇടയ്ക്കിടയ്ക്ക് പ്രധാന കാഴ്ചകളിലേക്ക് വണ്ടി നിർത്തുകയും അവിടെ ഇറങ്ങി കാഴ്ചകൾ കണ്ട് യാത്ര ചെയ്യാം. ഏകദേശം 5 മണിക്കൂർ കൊണ്ട് പത്തനംതിട്ടയിൽ നിന്ന് ഗവി വഴി കുമളിയിലേക്ക് ഈ ഒരു ബസ് എത്തുന്നതാണ്. നേരം വെളുത്തു വരുമ്പോൾ തന്നെ കാടിനുള്ളിലൂടെ ഈ ഒരു സൂര്യപ്രകാശം വരുന്നത് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ കാടിൻ്റെ വന്യത ആസ്വദിച്ച് ഒരു മനോഹരമായ യാത്രയാണ് ഗവിയിലൂടെ ഉള്ളത്. അപ്പോൾ കാടിനുള്ളിലൂടെ ഇത്രയും ദീർഘമായ ഒരു യാത്ര കേരളത്തിൽ വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.